ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഉപ്മാവ് കിച്ചടിയുടേതാണ്. ഇതൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, കാറ്ററിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഉണ്ടാക്കുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതാ ഇവിടെ ഒരു ഓട്ടുരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പട്ടാണിയാണ്. പച്ച പട്ടാണി അല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്, വെള്ളപ്പട്ടാണിയായിരുന്നു. അതാണ് പെട്ടെന്ന് തന്നെ വേവുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ബീൻസ് അതും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഡാൽഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് ഡാൽഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡാൽഡ ഈ പച്ചക്കറിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അളവൊക്കെ നമ്മുടെ ഒരു കണക്കിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിത് ഇടയ്ക്ക് കാറ്ററിങ്ങിനൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഏകദേശം അളവൊക്കെ ഹസ്ബൻഡിന് അറിയാം. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വറുത്ത സേമിയാണ് കേട്ടോ. വറുത്ത സേമിയൻ 2 പാക്കറ്റാണ് നമ്മൾ ഈ ഒരു ഉപ്മാവ് കിച്ചടിയിലേക്ക് എടുത്തിട്ടുള്ളത്. സേമിയ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്താ നമ്മുടെ വെള്ളം വീണ്ടും തിളയ്ക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റവയാണ്. വറുക്കാത്ത റവയാണ് കേട്ടോ ഈ ഇട്ട് കൊടുക്കുന്നത്. റവ ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഒരു സ്ഥലത്ത് തന്നെ ഇട്ട് കൊടുക്കരുത്. ഒരു സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കട്ട കെട്ടി കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റവ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും നല്ല ടൈറ്റായി. ഒരു കൈ വെച്ചിട്ടൊന്നും ഇത് മിക്സ് ചെയ്യാൻ വയ്യ, 2 കൈയും കൂടി വെച്ചിട്ടാണ് അത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണ ഉപ്പുമാവിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായി വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇളക്കാനൊക്കെ ഭയങ്കര പണിയാണ് അല്ലേ. അപ്പം എന്തായാലും നമ്മുടെ ജോലിയാണല്ലോ, അത് എത്ര പണിയാണെങ്കിലും നമ്മൾ ചെയ്യന്നെ, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് കിച്ചടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കാറ്ററിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ടു കൊടുക്കണം എന്നും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് കൊണ്ടു കൊടുക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെറ്റാക്കി വെക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.